ഇവിടെ വായിച്ചതായ ഈ വേദവാക്യം, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഞാൻ 3 പ്രാവശ്യം ഈ വാക്യങ്ങൾ പറയുമ്പോൾ സദസ് ഒന്നടങ്കം ആമീൻ എന്ന് പറഞ്ഞ് നമ്മളിതിനെ ഉറപ്പിക്കുകയാണ്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആമേൻ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആമേൻ, 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 ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഇവിടെ രജിസ്റ്ററിൽ സൈൻ ചെയ്യാനുള്ള സമയമാണ്. ആ സമയത്ത് തന്നെ നീക്കപ്പെട്ടതാ ദൈവഭക്തൻ 128 സങ്കീർത്തനവും വായിക്കും. കർത്താവ് സഹായിക്കട്ടെ. 28 സങ്കീർത്തനം വായിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിൻ മേൽ സമാധാനം ഉണ്ടാകട്ടെ. മാതാപിതാക്കളും ഇരു സഭകളുടെ പ്രതിനിധികളും അവരൊരുമിച്ചുള്ള സ്തോത്രകാഴ്ച ഇപ്പോൾ അർപ്പിക്കുന്നതായി. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിലെ ചുമതലപ്പെട്ട ഒരു ദേവദാസൻ എന്ന നിലയിലും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപ്രകാരവും ഇന്ന് വിശുദ്ധ ഉഭയസമ്മത ഉടമ്പടിയിലൂടെ പ്രിയ ആൽബിൻ പോളും പ്രിയ പേഴ്സസ് യോഹന്നാനും ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നു എന്നുള്ളതായ കാര്യം ഞാൻ ഈ പൊതുസഭയെ പരസ്യമായി അറിയിക്കുകയാണ്. ഇന്ന് കരങ്ങളെ അടിച്ച് നമുക്ക് ഇവരെ സ്വീകരിക്കാം. മിസ്റ്റർ ആൻഡ് മിസസ് ആൽബിൻ പോൾ ഈ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നതിൽ സന്തോഷം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റും ഇപ്പോൾ തന്നെ ഇവർക്ക്
നൽകുകയാണ്. അതിനായിട്ട് സഭയുടെ സെക്രട്ടറിയായ സജീവ ചായനെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. വേഗത്തിലൊന്ന് വന്നാട്ടെ. ഈ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ആശംസകൾ അറിയിക്കുവാൻ 3-4 പേരുണ്ട്. അവർക്ക് 2 മിനിറ്റ് കൊണ്ട് ആശംസകൾ അറിയിച്ച് പോകുവാൻ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കണം. 12 മണിക്ക് നമ്മുടെ ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാം ധൃതിയിൽ മുൻപോട്ട് പോകുന്നത്. ആദ്യമായിട്ട് പാസ്റ്റർ ജോൺസൺ സാമുവൽ, IPC ഫിലദൽഫിയ വർഷിപ്പ് സെൻറ്റർ, വെല്ലൂർ. പ്രൈസ് ദി ലോർഡ്. നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് ഇന്ന് പകൽ പെർസിസിൻ്റെയും ആൽബിൻ്റെയും വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ദൈവം ഞങ്ങൾക്കും വെല്ലൂരുള്ള IPC ഫിലദൽഫിയ വർഷിപ്പ് സെൻറ്റർ, അതിൻ്റെ മലയാളം ചർച്ച്, തമിഴ് ചർച്ച്, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ചർച്ചിൻ്റെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാനിവിടെ നിൽക്കുന്നത്. 7 വർഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയമായ ഹല്ലേലൂയ നല്ലൊരു സാക്ഷ്യം വഹിച്ച പ്രിയ സഹോദരിയാണ് പെർസിസ് യോഹന്നാൻ. ഇന്ന് വെല്ലൂരിൽ നിന്ന്, ചർച്ചിൽ നിന്ന് അനേകർക്ക് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യങ്ങളുടെ പ്രതിസന്ധികൾ കാരണം എല്ലാവർക്കും എത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ചില പ്രിയപ്പെട്ടവരോട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ചർച്ചിൽ നിന്ന് മാത്രമല്ല, വെല്ലൂർ CMC ഹോസ്പിറ്റലിൽ നിന്ന് പെർസിസിൻ്റെ കലീഗ്സായിട്ട് പലരും ഇന്ന് വളരെ ദൂരം യാത്ര ചെയ്ത് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ദൈവം ഈ പ്രിയ മാതാപിതാക്കൾക്ക് നൽകിക്കൊടുത്ത കൃപയ്ക്കനുസരിച്ച് ഈ കുഞ്ഞുങ്ങളെ നല്ലൊരു ആത്മീയ പശ്ചാത്തലത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനും ഇങ്ങനെയൊരു വേദിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാനും സ്വർഗത്തിലെ ദൈവം അവരെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഒരു വേദഭാഗം പറയാതെ ഇരുന്നാൽ ശരിയല്ലല്ലോ. 127 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് നന്നായി അറിയാവുന്ന വാക്യമാണ്. യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. എനിക്ക് പറയാനുള്ള പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പറയാനുള്ള ദൂത്, യഹോവ വീട് പണിയും. കർത്താവ് നിങ്ങളുടെ വീട് പണിയും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനോട് ഒരുമിച്ചുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് ഇന്ന് പകൽ നിങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നമ്മളെ കൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു ഇമ്പോസിബിൾ മിഷനകത്തോട്ടാണ് നാം പ്രവേശിച്ചിരിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടെ തന്നെ ഹല്ലേലൂയ, കർത്താവ് നിങ്ങളുടെ പ്രൈമറി പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതപ്രകാരം കർത്താവ് പണിയുക മാത്രമല്ല, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിനുള്ള ശ്രേഷ്ഠമേറിയ ദൈവിക പദ്ധതിക്കകത്തേക്ക് ഓരോ ദിവസവും കർത്താവ് നടത്തുവാൻ ദൈവം ഹല്ലേലൂയ നിങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ കുടുംബജീവിതത്തിൻ്റെ ആരംഭത്തിൽ മാത്രമല്ല ദൈവസാന്നിധ്യം നമുക്ക് ആവശ്യം. നമ്മുടെ ഈ അവസാനത്തെ നിമിഷം വരെയും ഓരോ ദിവസവും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ വിഷയത്തിന് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കർത്താവ് നൽകി തരിക മാത്രമല്ല, നിങ്ങളുടെ കുടുംബജീവിതം നിമിത്തം ദൈവത്തിൻ്റെ രാജ്യം കർത്താവ് പണിയുവാൻ വേണ്ടി നിങ്ങളെ രണ്ടുപേരെയും ശക്തമായി കർത്താവ് ഉപയോഗിക്കും. ആ പ്രാർത്ഥനയോടും എല്ലാ ആശംസകളോടും ദൈവസ്ഥലായിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. കൺഗ്രാറ്റുലേഷൻസ്. ഗോഡ് ബ്ലെസ് യു. ആശംസ അറിയിച്ച ദേവദാസൻ നന്ദി പറയുന്നു. അടുത്തതായിട്ട് പാസ്റ്റർ സജി ആൻഡ്രൂസ്, മസ്കറ്റ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ്. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തന്മാർ, പ്രത്യേക ശുശ്രൂഷ ലീഡ് ചെയ്ത ദേവദാസൻ, ആശീർവദിച്ച ദേവദാസൻ, മറ്റെല്ലാവർക്കും പ്രത്യേകം ഇന്ന് ഉടമ്പടി ചെയ്ത് കുടുംബത്തിൽ പ്രവേശിച്ച പ്രിയ ആൽബിനും പെർസിസിനും സ്നേഹവന്ദനം. ഇന്നൊരു ഒത്തിരി സന്തോഷം തന്ന ദിവസമാണ്. ഞങ്ങളുടെ പ്രിയ ആൽബിൻ താൻ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. കർത്താവ് ഒത്തിരി അവരെ അനുഗ്രഹിക്കട്ടെ. 2 കാര്യം പറഞ്ഞ് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ക്രിസ്തീയ ജീവിതം സ്നേഹജീവിതമാണ്. കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ ആൽബിൻ പെർസിനെ സ്നേഹിക്കണം. കർത്താവ് എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? അൺകണ്ടീഷണലാണ്.
അൺകണ്ടീഷണൽ ലവ്, കണ്ടീഷനുള്ള ഒരു സ്നേഹമല്ല. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ അൺകണ്ടീഷണലായിട്ട് പേഴ്സസിനെ സ്നേഹിക്കുക. പേഴ്സസ് എന്ന് ചെയ്യേണ്ടേ ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടണം, റെസ്പെക്റ്റ് കൊടുക്കുക, ബഹുമാനിക്കുക. പരസ്പര സ്നേഹവും ബഹുമാനവും പോകുമ്പോൾ ആ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. രണ്ടാമതായി ഞങ്ങൾ ക്രിസ്തുവിൽ പിന്നെ നിലകൊള്ളുന്ന കർത്താദാസൻ പാസ്റ്റർ കെ എൻ ജോസഫ് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒഴുകുന്ന 2 നദികളാണ് അച്ചൻകോവിലാറും മണിമലയാറും. ഇവ പതിക്കുന്നത് പമ്പയാറ്റിലാണ്. 2 വ്യത്യസ്ത ദേശത്തൂടെ ഉത്ഭവിച്ച് 2 വ്യത്യസ്തമായി ഒഴുകി പമ്പയിൽ ചെന്ന് ചേരുന്നു. പമ്പയിൽ ചെന്ന് ചേർന്നാൽ പിന്നെ അച്ചൻകോവിലേറേതാ മണിമലയാറേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ഒന്നായിത്തീരുന്ന പോലെ 2 വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ചു കൊടുത്തപ്പെട്ടവർ ഇന്ന് ഉടമ്പടി പ്രകാരം ഒന്നായിത്തിരിക്കുകയാണ്. നിങ്ങൾ 2 അല്ല, നിങ്ങൾ ഒന്നാണ്, എല്ലാ രീതിയിലും ഒന്നാണ് എന്ന ഒറ്റ ചിന്തയോടെ നിങ്ങളുടെ കുടുംബജീവിതം മുൻപോട്ട് നയിക്കുക. കർത്താവ് നിങ്ങളൊപ്പമുണ്ട്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ പ്രദാനം ചെയ്യുന്ന മസ്കറ്റ് പെന്തക്കോസ്ത് ഫെലോഷിപ്പ് സഭയുടെയും എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നന്മകളും നേർന്നു. ആൽബിൻ മസ്കറ്റിൽ വന്ന നാൾ മുതൽ സഭയിൽ ഒരുമിച്ച് വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുകയും എല്ലാ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ മകനാണ്. ഈ കുടുംബം ദൈവനാമത്തിനും ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും അനുഗ്രഹമായി ഈ ജനറേഷന് ഒരു മാതൃകയുടെ കുടുംബമായി മുന്നേറുവാൻ കർത്താവ് എല്ലാ കൃപയിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കൊരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർക്ക് നന്ദി. അടുത്തതായിട്ട് 2 പേർ കൂടിയാണ് മലയാറ്റൂർ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്രദർ റെജി ഏലിയാസ് പാലത്തിങ്കൽ, രായമംഗലം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനെ പ്രതിനിധീകരിച്ച് അവിടെയുള്ള പ്രിയപ്പെട്ടവരും കൂടെ മുന്നോട്ട് വന്നാണ്. ദൈവനാമത്തിൻ്റെ മഹത്വം. ഇന്ന് പകൽക്കാലം ഒന്നായി തീർന്നിരിക്കുന്ന പ്രിയ ആൽബിനും പെർസീസിനും എൻ്റെ വ്യക്തിപരമായ പേരിലും മലയാറ്റൂർ AG ചർച്ചിൻ്റെ എല്ലാ അംഗങ്ങളുടെ പേരിലുമുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. ക്രിസ്തുവിലുള്ള എല്ലാ ആത്മീക ഭൗതിക അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും. പ്രൈസലോട് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേക ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഞങ്ങളുടെ സഹോദരി, അതുപോലെ തന്നെ ഞങ്ങളുടെ സഹോദരൻ ആൽബിൻ, ഇരുവർക്കും രായമംഗലം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം രായമംഗലം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഒരു സ്നേഹോപകാരം നൽകുവാനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. അതിനു മുമ്പായി പ്രത്യേക ആൽബിൻ്റെ വലിയൊരു ഗിഫ്റ്റാണ് പെർസിസ്, അതിന് യാതൊരു സംശയമില്ല. ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഒരു വിലപ്പെട്ടൊരു സഹോദരി ആൽബിന് ഞങ്ങൾ തരുമ്പോൾ ഈ ആൽബിന് ഇത്രയും മാത്രം ഗിഫ്റ്റ് കിട്ടിയ പെർസിസിന് വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇതിനകത്ത് ഇതാണ് പെർസിസിനെ ഈ വേദിയിൽ എത്തിച്ചത് എന്നുള്ള ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസവും പൂർണ്ണ ഉത്തമ ബോധ്യവും ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങളുടെ സഭയിൽ വേദപുസ്തകം നേരോടെ ചുമന്ന അല്ലെങ്കിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കരയുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്ത ഒരു സഹോദരിയാണ് ഞങ്ങളുടെ പെർസിസ്. ആ പെർസിസിനെ ഉയർത്തിയത് വേദപുസ്തകമാണ്, ഈ ദൈവമാണ്. അതുകൊണ്ട് സഭയുടെ ഒരു വേദപുസ്തകം ഞങ്ങൾ ഉപഹാരമായി നൽകുന്നു. ദൈവം എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നൽകട്ടെ. അതുപോലെ തന്നെ ജോയിച്ചേട്ടൻ കുടുംബം ഞങ്ങളുടെ സഭയിലെ അവിഭാജ്യ ഘടകമാണ്. പ്രാർത്ഥനയിലും മറ്റു എല്ലാ കാര്യങ്ങളിലും വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സഹോദരിയാണ്. പ്രത്യേകം ഈ വേദിയിൽ പറയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം ദൈവവചനം എന്താണ് പഠിപ്പിക്കുന്നത് അത് കൃത്യമായി അനുസരിക്കുന്ന ഒരു കുടുംബത്തിലെ പ്രിയപ്പെട്ട പൈതലാണ് പെർസിസ്. കാരണം സഭയെ സംബന്ധിച്ചോളം സഭയുടെ എല്ലാ കാര്യങ്ങളിലും, അതായത് അവൾക്ക് കിട്ടിയ ജോലി എന്ന് പറയുന്നത് ദൈവം അവൾക്ക് ആദ്യമായി കിട്ടിയ ജോലിയിൽ കിട്ടിയ മുഴുവൻ ശമ്പളം 1 രൂപ പോലും മാറ്റിവെക്കാതെ ദൈവസഭയ്ക്ക് തന്ന് മാതൃക കാണിച്ച ഒരു പ്രിയപ്പെട്ട സഹോദരിയാണ് ഞങ്ങളുടെ പെർസിസ്. അതാരും പറഞ്ഞതല്ല, അവരുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചതും
അവൾ മനസ്സിലാക്കിയും ദൈവത്തെ ഉയർത്തിയുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വലിയൊരു അമൂല്യ ഘടകമാണ് ഞങ്ങളുടെ പെർസീസ്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരിക്കൽ കൂടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് രായമംഗലത്തിൻ്റെയും പേരിലും പെരുമ്പാവൂർ സെൻറ്ററിൻ്റെ പേരിലും CMൻ്റെയും സൺഡേ സ്കൂളിൻ്റെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും ആശംസ അറിയിക്കുന്നു. താങ്ക് യു. ദൈവം ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇവരെ അവരുടെ അനുഗ്രഹ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. ദയവായി സഭ ദൈവദാസന്മാരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആൽബിനും പേഴ്സസും മുന്നോട്ടൊന്ന് വന്നാൽ അനുഗ്രഹ പ്രാർത്ഥന. കർത്താവിൻ്റെ ദാസൻ പ്രിയ അബിസൻ പാസ്റ്റർ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. വാഴ്ത്തുവൻ പരം വാഴ്ത്തുവൻ, വാഴ്ത്തുവൻ പരം വാഴ്ത്തുവൻ. ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും, ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും, ഏകത്തെ മംഗളങ്ങൾ മേൽമേലായി, ഏകത്തെ മംഗളങ്ങൾ മേൽമേലായി. വാഴ്ത്തുവൻ പരം വാഴ്ത്തുവൻ, വാഴ്ത്തുവൻ പരം വാഴ്ത്തുവൻ. ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. നമുക്കൊന്നിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതൊക്കെയും ഉളവാക്കിയ അത്യുന്നതനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയോട് ഞങ്ങൾ അടുത്തു വന്ന് അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയോട് അടുത്തു വന്ന് അങ്ങ് ഞങ്ങളെ പകർന്ന ആത്മീയ അധികാരത്തോടെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ ഈ മക്കളുടെ മേൽ അങ്ങയുടെ അദൃശ്യമാകുന്ന സാന്നിധ്യം തന്റെ മക്കൾക്ക് അനുഭവിക്കത്തക്ക നിലയിൽ ഇറങ്ങി വരുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഏതൻ പൂങ്കാവനത്തിൽ ആദ്യ മാതാപിതാക്കളെ യോജിപ്പിച്ച അതേ ദൈവമേ, അനേക വിശുദ്ധന്മാരെ യോജിപ്പിച്ച അതേ ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരെ യോജിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ച ദൈവമേ, ഇന്ന് പകൽക്കാലം അവിടുത്തെ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഞങ്ങളുടെ മക്കളെ ഇരുവരെയും ദൈവകരങ്ങളിൽ സ്തോത്രത്തോടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയ സഹോദരൻ ആൽബിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഈ മകന്റെ മേൽ അനുഭവിക്കത്തക്ക നിലയിൽ ഇറങ്ങി വരുന്നതിനാൽ ഞങ്ങൾ അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവേ, തൻ്റെ മകനോട് കൂടെയുള്ള ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ഭർത്താവിന്റെ എല്ലാ സ്വഭാവ വൈശിഷ്ട്യങ്ങളും തന്റെ മകന്റെ മേൽ പകർന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് തുണയായി കൊടുത്ത തന്റെ മകളെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, പോറ്റി പുലർത്തുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാമ്പത്യ ജീവിതം നയിച്ച് സമൂഹത്തിന്, രാജ്യത്തിന്, കുടുംബത്തിന് അഭിമാനമായി നിലകൊള്ളുവാൻ പ്രിയ മകനെ അന്ന് സഹായിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് സഭയെ സ്നേഹിച്ചതുപോലെ പ്രിയ മകളെ സ്നേഹിക്കുവാൻ, അൺകണ്ടീഷണലായുള്ള ആ സ്നേഹത്താൽ കർത്താവെ സ്നേഹിക്കുവാൻ പ്രിയ മകനെ സഹായിക്കണമേ. അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ദാസന്മാരാകുന്ന ഞങ്ങൾ ഒന്നിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ ഈ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ മകളെയും ഇത്രത്തോളം സഹായിച്ചല്ലോ, അവരുടെ ജനനം മുതൽ ഇന്നുവരെ ദൈവം സൂക്ഷിച്ചല്ലോ. തക്ക സമയമായപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിലേക്ക്
സ്തോത്രം. എന്റെ കൃപ നിനക്ക് മതി എന്ന് അരുളി ചെയ്ത കർത്താവേ, എന്റെ ശക്തി നിന്റെ ബലഹീനത തികഞ്ഞു വരുന്നു എന്ന് അരുളി ചെയ്ത കർത്താവേ, ഇന്ന് പകലും പുതിയൊരു കൃപ അവിടുന്ന് പകരുന്നതിനാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടമകളും കർത്തവ്യങ്ങളും നിർവഹിച്ച് കർത്താവെ തൻ്റെ ഭർത്താവിനെ സ്നേഹിച്ച് ബഹുമാനിച്ച് സമൂഹത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിച്ച് തന്നിന്മേൽ ഉയർന്നിരിക്കുന്ന ഒരു ദീപം പോലെ, മലമേലിരിക്കുന്ന ഒരു പട്ടണം പോലെ അനേകർക്ക് സാക്ഷ്യമായി നിൽക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മീയ അധികാരത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങനെയും മകളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ഇന്ന് മുതൽ ഇവരാരംഭിക്കുന്ന ഈ കുടുംബജീവിതം ദൈവത്താൽ ധന്യമായി തീരട്ടെ. ദൈവിക നന്മകൾ അവരുടെ മേൽ പകരണമേ കർത്താവ്. ദൈവം അവർക്ക് കൊടുക്കുന്ന ജീവിതത്തിൽ കൊടുക്കുന്ന കാലങ്ങളിൽ സന്തോഷമുള്ള, സന്തുഷ്ടിയുള്ള, സമാധാനമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിച്ച് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കണ്ട് കർത്താവെ ദൈവകൃപയിൽ അവരെ വളർത്തി ദൈവരാജ്യത്തിനും കർത്താവെ ഞങ്ങൾ നിവസിക്കുന്ന ഞങ്ങളുടെ രാജ്യത്തിനും ആമേൻ എല്ലാം അഭിമാനമായി നിലകൊള്ളുവാൻ ഈ കുടുംബത്തെ സഹായിക്കണമേ. വിശേഷാൽ ഈ സമയം ഇവരുടെ മാതാപിതാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. അവർക്ക് ദൈവം കൊടുത്ത ദൈവകൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലും ഒരിക്കൽ കൂടെ ഞങ്ങൾ ഈ നവകുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹങ്ങളും നന്മകളും ആശീർവാദവും എല്ലാം ഈ കുടുംബത്തിന്മേൽ പകർന്നതിനാൽ നന്ദി. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിനീതമായി ഞങ്ങൾ അപേക്ഷിച്ചത് ദയയോടെ കേൾക്കണമേ. യേശുവിന്റെ നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും അതാത് സീറ്റുകളിൽ ഇരിക്കാം. പ്രിയ മക്കളുടെ വിവാഹാലോചനയുടെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും വ്യാപരിച്ച ദൈവത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ അധ്യക്ഷത വഹിച്ച പാസ്റ്റർ KT കുഞ്ഞുമോൻ, മലയാറ്റൂർ AG ചർച്ചിലെ പാസ്റ്റർ, പുല്ലുവഴി രായമംഗലം ഷാരോൺ ചർച്ചിലെ പാസ്റ്റർ, മസ്കറ്റിൽ നിന്ന് കടന്നു വന്ന പാസ്റ്റർ സജീം ആൻഡ്രൂസ്, വെല്ലൂരിൽ നിന്ന് കടന്നു വന്ന പാസ്റ്റർ ജോൺസൺ സാമുവൽ, ഇങ്ങനെ ഇവിടെ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ എല്ലാ പാസ്റ്റേഴ്സിനെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൂടാതെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മറ്റു പല പാസ്റ്റേഴ്സ് ഉണ്ട്, അവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു നിൽക്കുന്ന ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സ്നേഹിതർ, സഭാവിശ്വാസികൾ, മറ്റുള്ള നമ്മുടെ പേഴ്സിൻ്റെ ഭവനത്തിൽ നിന്ന് കടന്നു വന്ന എല്ലാവരെയും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ പ്രത്യേകിച്ച് നമുക്ക് ഇതിനോടനുബന്ധിച്ച് നമ്മൾ കൊയറിൻ്റെ അംഗങ്ങൾക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നമുക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുന്ന കാറ്ററിങ്, ഈ ഓഡിറ്റോറിയം അനുവദിച്ചു തന്ന അതിൻ്റെ ചുമതലക്കാർക്ക്, അതിൻ്റെ സ്റ്റേജ് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെയും ഭംഗിയായി നിർവഹിച്ചവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും പ്രിയ കുഞ്ഞുങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിലെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരു മഹത്വപരമായ മാതൃകയുടെ ഒരു കുടുംബജീവിതം നയിപ്പാൻ വലിയവനായ ദൈവം കൊടുക്കേണ്ടതിന് പ്രത്യേകമായി പ്രാർത്ഥനയെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് നമുക്ക് ഭക്ഷണത്തിനായി പിരിയുമ്പോൾ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഒരുക്കുന്ന ഭക്ഷണം അതിൻ്റേതായ രീതിയിൽ ഭംഗിയായി ആസ്വദിച്ച് കടന്നു പോകുവാൻ ഇടയാകണം. ആരും അതിൽ നിന്ന് ഒഴിവാകരുത്. ബോഫെ ആയിട്ടൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാം സഹകരിച്ച് കടന്നു പോകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരോടുള്ള നന്ദി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടുള്ള നന്ദിയും ഞാൻ ചേരാടി കുടുംബത്തിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ വേണ്ടി നെടുമ്പാശ്ശേരി സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന അപ്പോൾ തന്നെ അങ്കമാലി സെക്ഷൻ്റെ മുൻ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച പാസ്റ്റർ PK സാജുമോൻ അവർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നു. നമ്മുടെ കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ക്രിസ്തുയേശുവിൻ്റെ തിരുനാമത്തിൽ അങ്ങയുടെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അതിമനോഹരമായ ഈ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ യോഗത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് രുചിച്ചറിയുവാൻ കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. അധ്യക്ഷനായി പ്രിയപ്പെട്ട കുഞ്ഞുമൻ പാസ്റ്റർ നിന്നുകൊണ്ട്
കർത്താവ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാനുള്ള പ്രത്യേക കൃപ അദ്ദേഹത്തിന് നൽകിയതിനായി സ്തോത്രം. കുടുംബജീവിതത്തെക്കുറിച്ച് അതിമനോഹരമായ സന്ദേശങ്ങൾ രേഖപ്പെടുത്തിയ കർത്താവിൻ്റെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. നല്ല ഗാനങ്ങൾ പാടിയ ഗായക സംഘത്തിനായി സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, മലയാറ്റൂർ സഭ AG സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന KC ജോയ് പാസ്റ്റർ വളരെ ആത്മനിറവോടുകൂടെ പ്രിയപ്പെട്ടവരുടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഈ വിവാഹ ശുശ്രൂഷ മനോഹരമായി ചെയ്യുവാൻ ദൈവദാസന് പ്രത്യേക കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പുതിയ ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആൽബിനെയും പെർസിസിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അവരനുഗ്രഹിക്കപ്പെട്ടവരായി, മാതൃകയുള്ളവരായി, യേശുവിനെ ഉയർത്തുന്നവരായി, നല്ല കുടുംബജീവിതം നയിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കണം. അവരുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇരുസഭയിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർ, ഫ്രണ്ട്സായി കടന്നു വന്നിരിക്കുന്ന ആളുകൾ, കർത്താവെ ക്ഷണിക്കപ്പെട്ടവരായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ വിലയേറിയ ദാസന്മാരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്മയോടെ സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമം ഈ പകൽക്കാലം മഹത്വപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. Christ my God, you are my God, eternal Lord, eternal Lord, Emmanuel, my blessed Lord, eternal God, mighty God. I surrender all unto you, my God. My life is in my life. Alvin and Persis, along with their dear families, will stage for the cake cutting ceremony. ഈ നന്ദനീക്ഷത്തിൽ പങ്കുചേരാനായി ആൽബിനെയും പെർസിസിനെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൽവിന്റെ രണ്ട് ഭാഗത്ത് നിന്ന് ആൽവിന്റെ രണ്ട് മമ്മി മിസ്സിസ് വത്സ പോലും, കേസ് ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് കേസ് ചേച്ചിയുടെ ഫാദർ മിസ്റ്റർ AK യോഹന്നാൻ, മദർ മിസ്സിസ് കുമാരി യോഹന്നാൻ, ബ്രദർ ആമോസ് ആൻഡ് സിസ്റ്റർ ഡോളി ആൻഡ് ഫാമിലി ആർ ഓൺ സ്റ്റേജ്. Eternal God, my blessing God, oh loving God. There is no one greater than the Lord. No one is great, for He is my Father God. He's Lord, my holy mighty God, my blessing God, eternal God, my righteous God. He is righteous, my truthful God. I surrender all unto you, my God, my church to you, God, my pastors to you, Lord, all the
begins to you, God, my truthful Lord, my righteous God, my worthy Lord. He is my Father God. He is eternal God. He is wonderful God. My truthful Lord. My holy God.
and I'd say I do for the rest of my life. With all that I have, I do, and I will. When the sky is falling, I promise you I'm all in, no turning back. And every day, every moment, every breath you take, I choose you. This is more than just a wedding. This is etched into eternity. With our union, we will move mountains. We will live on our knees, 'cause he'd choose us in 100 lifetimes. He'd choose us in 100 worlds. He'd find us, and we'd say we do for the rest of our lives. With all that we have, we do, and we will. When the sky turns black and he comes back, riding on the clouds, every day and every moment, every breath we take, we choose you. Look into my eyes, dear. Look into my eyes. നാമം ചൊല്ലും നാവുകളിൽ, നീട്ടിടുന്ന പാണികളിൽ, നാഥൻ വന്നണഞ്ഞിടുമ്പോ ഇന്ദോരാനന്ദം. I waited for the day my heart would choose. I waited for the one my soul would embrace. I waited through the night, holding on tight. I waited for your hand to lead me to light. You are more
more than just a dream come true. Proof of what His love can do. With every breath, with all I say, I thank the Lord I waited for this day. I waited for your peace to calm my heart. I waited for the call to make a new start. I waited for the grace that only you give. I waited to love, to live and to forgive. You are more than just a dream come true. Proof of what His love can do. With every breath, with all I say, I thank the Lord I waited for this day. I waited for this love that stands so true. I waited for the chance to say I do. I waited for the gift from heaven above. I waited for a life filled with your love. You are more than just a dream come true. Proof of what His love can do. With every breath, with all I say, I thank the Lord I waited for this day. I waited with hope, I prayed through the night, dreaming of someone to share in this life. Then you walked in with love in your eyes, a promise unfolding, a holy surprise. Holy surprise. In God's perfect time, He brought you to me. Not a second too late, not too early. Every tear, every prayer led to this day. In God's perfect time, love found its way. Journeyed alone, now we walk side by side, two hearts as one, with Jesus our guide. The past is behind, the future is bright. His grace wrote our story, His love is our light. God's perfect time, He brought you to me. Not a second too late, not too early. Every tear, every prayer led to this day. In God's perfect time, love found its way.
as our foundation, love will never fade. Through every season, come joy or pain, we'll trust in the one who knows our name. In God's perfect time, He brought you to me, wrote our love story so beautifully. Every step, every turn led to this day. In God's perfect time. Glory be to the name of the Father, the Son, and the Holy Spirit. The Bible said the Lord Jesus Christ is coming back. He is coming back soon. He is coming back. To take the hand of Christ to heaven. Are you ready? To climb the ladder with Jesus. Are you ready? When the Lord for your name, Jesus go heaven. Are you ready? Are you ready? When Jesus calls your name. When Jesus calls your name. Jesus come, Jesus come, Jesus come, Jesus come, Jesus come, Jesus. Get your father ready, get your mother ready, get your sister ready, get your brother ready, get your wife ready, get your children ready, get your husband ready. Time is coming soon, time is coming soon, time is here now, time is here now. Jesus coming soon, Jesus coming soon, He coming soon, Father coming soon. Bow down to the Lord, set the mighty God, set the mighty God. He is the King. ക്ഷേമമായിട്ട് ദൈവത്തിൽ വന്നു ചേർന്നു. കർത്താവ് എത്രത്തോളം സഹായിച്ചു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഹൃദയം കൂടിയിരുന്നു. ആമേൻ. നമ്മൾ ഈ വിഷയത്തെ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ആ നാൾ മുതൽ ഇന്ന് ഈ ഭാഗം നടന്നതുവരെ ദൈവത്തിൻ്റെ വലിയ കൃപ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ചുരുങ്ങി, കുടുംബത്തിൻ്റെ ചുരുങ്ങി, എല്ലാവരുടെ മേലും ദൈവം ചുരുങ്ങു. കർത്താവ് കുഞ്ഞുങ്ങളെ യോജിപ്പിച്ചു. ഭവനത്തിൽ സന്തോഷത്തോടെ വന്നു ചേരുവാൻ ദൈവം സഹായിച്ചു. തുടർമാനമായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി കുടുംബജീവിതം മുന്നോട്ട് നയിപ്പാൻ വേണ്ട എല്ലാ കൃപകളും സർവശക്തനായ ദൈവം പകരുവാൻ നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന
ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഈ സമയം നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ഈ ഭാഗ ശുശ്രൂഷകളൊക്കെ നടത്തി സന്തോഷത്തോടൊപ്പം വന്ന് ചെയ്യുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ വലിയ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർമാനമായി നിങ്ങളുടെ കുടുംബജീവിതം എല്ലാം അനുഗ്രഹപൂർണ്ണമായി തരുവാൻ എല്ലാ സൗഭാഗ്യങ്ങളും നന്മകളും ഉയർച്ചകളും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് പകർന്ന് ദൈവം മാനിക്കുവാൻ ഇവരൊരുമിച്ച് യോജിക്കപ്പെട്ടിരിക്കുന്നത് ഇരു കുടുംബങ്ങൾക്കും ദൈവസഭകൾക്കും ഒക്കെ അനുഗ്രഹമായി തീരുവാൻ ദൈവമായ കർത്താവിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നൽകി അവരെ മാനിക്കേണ്ടതിനാണ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മളെല്ലാവരും സ്തോത്രത്തോടെയായിരിക്കുമ്പോൾ കർത്താവിന് വലിയ ദാസൻ പ്രിയദോൽപാസ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥനപൂർവ്വം ഞങ്ങൾക്ക് പ്രിയ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. രാവിലെ ആരംഭിച്ച ശുശ്രൂഷകളൊക്കെ ദൈവത്തിൻ്റെ കരത്തിൽ ഭദ്രമായിരുന്നു. കർത്താവ് അദൃശ്യമായ കരം കൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് കൂട്ടിച്ചേർത്തു. അവരെടുത്ത ഉടമ്പടി പ്രകാരം അവർക്ക് ഭാര്യഭർത്താക്കന്മാരായി തീരുവാനായിട്ട് ദൈവം സഹായിച്ചു. ശേഷമായി ഭവന അന്തരീക്ഷത്തിലേക്ക് ഞങ്ങളെ സൗഖ്യത്തോടെ കൊണ്ടുവന്നു. ശുശ്രൂഷയൊക്കെ വളരെ ധന്യമാനുഗ്രഹമാക്കി തീർത്തു. അഭിഷിക്ത ദൈവദാസനെ ദൈവം ശക്തിപ്പെടുത്തി. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഈ വാത്സല്യ മക്കളെ ഈ ഭവനാന്തരീക്ഷത്തിൽ വെച്ച് ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹം ഇന്നു മുതൽ ഇവിടെ മുതൽ ആരംഭിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളുടെ കുടുംബ ജീവിതത്തിന് കർത്താവിൻ്റെ കൃപ അവർക്ക് ചുറ്റും പരിചയായി. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ഇസ്രായേൽ ജനത്തോട് കൂടെ ഇരുന്ന് പകൽ വഴി കാണിക്കേണ്ടതിനും രാത്രി വെളിച്ചം പകരേണ്ടതിനും കൂടെ ഇരുന്നതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് മഹാകൃപയോടെ നിന്റെ മക്കളോട് കൂടെ ഇരിക്കും. അവർക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും കർത്താവ് അവർക്ക് അതിനാവശ്യമായ ജ്ഞാനം പകർന്നു കൊടുക്കണം. അവർക്ക് ദൈവവചനത്തിലൂടെ അതിനുള്ള അറിവ് പകർന്നു കൊടുക്കണം. ദൈവത്തിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് ദൈവത്തോട് കൂടെ നിന്ന് ദൈവവചനം കേട്ട് അനുസരിച്ച് നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ ദൈവം അവരെ സഹായിക്കണം. തിരുവെഴുത്ത് പ്രകാരം കർത്താവ് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞു വാഴുവിനെന്ന് ആദ്യ കർത്താവ് കുടുംബത്തോട് ദൈവം കൽപ്പിച്ചതുപോലെ ഈ കുടുംബത്തെ ദൈവം ഐശ്വര്യമായ എല്ലാവിധ അനുഗ്രഹത്താലും നിറച്ച് ആശീർവദിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വാത്സല്യ ഭവനത്തിലുള്ള പ്രിയ മാതാവിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. മാതാവിന് പ്രിയ കുഞ്ഞുങ്ങൾ കർത്താവെ ഒരു അനുഗ്രഹം തണലായിരിക്കാൻ ദൈവം സഹായിക്കണമേ. കർത്താവ് നവോമിയുടെ ഭവനത്തിലേക്ക് വന്ന രൂത്തിനെ ദൈവം ഒരു കർത്താവ് തണലായി ഉപയോഗിച്ചതുപോലെ കർത്താവിന്റെ മകളെ ഈ ഭവനത്തിൽ ഒരു ആശ്വാസമായി അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയ ജോത്സമ്മയും കുമാരസവരെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം കാര്യങ്ങൾക്ക് ക്രമീകരിക്കാൻ ദൈവം സഹായിച്ചത് ഇവിടെയുള്ള ദൈവദാസനെ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുക. എല്ലാ നന്മകളാലും എല്ലാവരും നിറച്ചാശീർവദിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.
Smiles were shining, hearts were bright. You walked in and lit the night. In your eyes I saw God's grace, a miracle I can't replace. We laughed, we prayed, we made it through. Now here I stand and say I do. This day is more than just romance. It's heaven's gift. It's where laughter lives and fears all cease. Through changing seasons, highs and lows, God's love will bloom as our love grows. Oh, God wrote this love line by line. In every prayer, His hand was mine. We're dancing now in joy and light. Our hearts is one. Our hearts is one. It feels so right. Oh, with every step, with every song, we'll praise the Lord who made us.